ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം നമുക്കിതൊരു കിടിലായിട്ടുണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി ഒക്കെ കേട്ടോ. കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചിക്കൻ അങ്ങോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞങ്ങൾക്കൊരു പാൻ വെച്ച് ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അധികം എണ്ണ വടിക്കില്ല, ശാലോ ഫ്രൈ ചെയ്താൽ മതി. ഡീപ്പായിട്ട് നന്നായിട്ടാണ് മൊരിക്കേണ്ടത്. ഇത്രയ്ക്കാൻ മതി കേട്ടോ. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ മതി. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് ആ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ടുള്ള മസാല ഒന്നുമായിട്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം സവോള ആ പാനിൽ തന്നെ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴന്ന് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ചെയ്തത് എരിവ് ആവശ്യത്തിന് എത്രയാണ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അരിഞ്ഞ ഒരു 4-5 മുളക് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഒന്ന് വഴറ്റിയെടുത്ത് ഞങ്ങൾ ഈ കട്ട്ലേറ്റിനൊക്കെ വഴറ്റിയെടുക്കില്ലേ, അതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം, അത്ര തന്നെ. എന്നിട്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് ഇനി പൊടികൾ ചേർക്കാം ഈ സമയം. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇച്ചിരി കുരുമുളക് പൊടി ഒക്കെ കൂടിയാണ് ഇട്ടെടുത്ത് ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് വഴറ്റി സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. ചെറിയൊരു കമൻറ്റ് കൂടി ഇട്ടിട്ട് പോകണേ ഇഷ്ടപ്പെട്ടാൽ. ഇനി പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആ വറുത്ത് വെച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ കൈ കൊണ്ട് പിച്ചിട്ടതാട്ടോ, അതൊന്നുകൂടെ അതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാല ഇങ്ങോട്ട് ചിക്കനിലേക്കൊന്ന് പോരട്ടെ. അതിന് വേണ്ടിയിട്ടൊന്ന് മസാലയൊന്ന് വരട്ടി ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് മല്ലിയില കൊത്തിയതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് അവിടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പ് മതിയോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ. തൊണ്ടയിൽ നല്ല കിച്ച് അതുകൊണ്ട് വോയിസ് ഒന്നും അങ്ങോട്ട് പോരണില്ല. ഈ സമയം ഉപ്പൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിയേക്കണേ. ഉപ്പ് പോരെങ്കിൽ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല, അത് കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് മിക്സ് ചെയ്ത് നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഞാനിത് 2 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. 2 എണ്ണം ഉണ്ടാക്കുന്നത് 2 ടൈപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുട്ട വെറുതെ ഉപ്പിട്ട് അടിച്ച മുട്ടയാണ് ഇട്ടാം. ഇത് നമ്മൾ ഇട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അത് പൂശി ഇതിൻ്റെ മേളിൽ നമുക്കൊരു പൊറോട്ട അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പൊറോട്ട വെച്ച് കൊടുത്ത് മുട്ട അപ്പുറത്തെ വശത്തേക്ക് ഒന്ന് കുറച്ച് വെച്ച് മുട്ട വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഓക്കെ, എന്നിട്ട് മറിച്ചിട്ടിട്ട് ഇനി ഇതിൻ്റെ മേലെയാണ് ഞങ്ങൾക്ക് ആ ഫില്ലിങ് എടുത്ത് വെക്കേണ്ടത്. ഞങ്ങൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ഇതിനകത്തേക്ക് നേരെ വെച്ച് കൊടുക്കാം സ്പൂൺ എടുത്തിട്ട്. അപ്പോൾ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ സോസ്, മയണൈസ് ഇഷ്ടമുള്ളവർക്ക് മയണൈസ് വെച്ച് കൊടുക്കാം. ചീസ് ഇഷ്ടമുള്ളവർക്ക് ചീസ് ഈ സമയം ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മസാലകൾ ഫില്ല് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് തൊണ്ടയിൽ കിച്ചായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മയണൈസ്, ഞാനിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത് മയണൈസും ടൊമാറ്റോ സോസും കൂടി ഡെക്കറേറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഗസ്റ്റ് വന്നാലും നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. കാരണം ഞങ്ങൾ പൊറോട്ട റെഡിമെയ്ഡ് വാങ്ങിയ പൊറോട്ട അല്ലേ, അതങ്ങോട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതില്ല. ഇങ്ങനെ മസാല വേഗം റെഡിയാക്കിയിട്ട് അങ്ങനെ ഇതൊക്കെ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടി ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞങ്ങൾക്ക് അതിന് മേളിൽ ഡെക്കറേഷൻ ചെയ്യാം. ടൊമാറ്റോ സോസും മയണൈസും വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഇനി ഒരെണ്ണം ഉണ്ടാക്കുന്നത് മുട്ട ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി പൊറോട്ട വെച്ചിട്ട് മറിച്ചിട്ടു, വീണ്ടും മറിച്ചിട്ടു, എന്നിട്ട് ഇത് ഫില്ലിങ് വെച്ചു. ഇതിൽ ഞങ്ങൾ ചീസാണ് ഇനി വെച്ച് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ ഒരാൾക്ക് ഇവിടെ ചീസ് മതി എന്ന് പറഞ്ഞു. മയണൈസ് വേണ്ട,
ചീസ്. അപ്പോൾ ചീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ചീസാണ് വെക്കുന്നെങ്കിൽ ഒന്നും കൂടി ചുരുട്ടി കഴിഞ്ഞിട്ട് വീണ്ടും മറിച്ചിട്ടൊന്ന് കുറച്ച് സമയം വെക്കണം. കാരണം ചീസ് ഒന്ന് മെൽറ്റ് ആനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് ചുരുട്ടി കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ വെച്ചേക്കാം ചട്ടി തന്നെ. അപ്പോൾ പൊറോട്ടയും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചുകൂടെ. ഇത് ചപ്പാത്തിയിലും ഉണ്ടാക്കാട്ടാ. ഈ പൊറോട്ടയ്ക്ക് പകരം ചപ്പാത്തി വെച്ച് ഞങ്ങൾ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് പൊറോട്ടയോടാണല്ലോ താല്പര്യം, അതുകൊണ്ട് പൊറോട്ട കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. താങ്ക് യു ഫോർ വാച്ചിങ്.